കക്കി ഡാമിലെ മീൻ വളർത്തൽ കേന്ദ്രത്തിലാണ് പ്രൈവറ്റ് മേഖലയിലെ ഏതാനും കുടുംബങ്ങളൊക്കെ തന്നെ അവർക്ക് വേണ്ടി സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മീനെ വളർത്തുക, ഒപ്പം തന്നെ മീനെ പിടിച്ചുകൊണ്ട് വരുന്നത്. ഈ മീനെ പിടിച്ചാണ് ഇവിടെ കുറേ കുടുംബങ്ങൾക്ക് ഉപജീവനം കഴിയുന്നത്. ഇവിടെ വന്നപ്പം ഭയങ്കര തണുപ്പും കാറ്റും ഒക്കെയാണ്. പക്ഷേ ഈ ആഴിയൊക്കെ കൂട്ടിയിരിക്കുന്നതുകൊണ്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ സന്തോഷം മീൻ കഴിക്കാൻ കിട്ടി. അടിപൊളി കുയില വറുത്ത 2-3 ലക്ഷം കിട്ടി. ഇവിടെ മീനിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടോണ്ടില്ല. മീൻ വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ എത്തി. ഇവിടെ വന്നാലും മീൻ കിട്ടുമെന്ന് ഇവർ പറഞ്ഞത്. രാവിലെ വരണം. ഇവിടുന്ന് പിടിക്കുന്ന മീനെ കൊണ്ട് ഇവർ പോയിട്ട് സുഖത്തോടെ ചിറ്റാറ് അങ്ങോട്ടുള്ള പ്രദേശങ്ങളാണ് ഇവർ കൊടുക്കുന്നത്. ഒരു ദിവസമൊക്കെ എത്ര കിലോ മീനെ കിട്ടുമായിരുന്നു? ഒരു ദിവസം 40 കിലോ മീൻ വരെയും ഓരോ ദിവസവും കിട്ടുന്നുണ്ട്. ഒന്നര വിട്ടുള്ള ദിവസങ്ങളാണ് അല്ലേ? ഈ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ടുള്ള അല്പം ഒരു കുറവൊക്കെ ഉണ്ട്. പല കെട്ടാനൊക്കെ അല്പം പ്രയാസം. ആദിവാസി സമൂഹത്തെ പുനരുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഏതാനും വർഷം മുൻപാണ് കോടികൾ വിനിയോഗിച്ച് മത്സ്യഫെഡിൻ്റെ നേതൃത്വത്തിൽ ഫൈബറിൽ തീർത്ത കൂടുകൾ കക്കി ആനത്തോട് ജലസംഭരണിയിൽ സ്ഥാപിച്ചത്. ഇതിൽ വിവിധ ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വളർത്തി വലുതാക്കി വിൽക്കുന്ന പദ്ധതിക്കാണ് സർക്കാർ ഊന്നൽ നൽകിയതെങ്കിലും എല്ലാ മത്സ്യങ്ങളും ഈ വെള്ളത്തിൽ വളരാറില്ലെന്നാണ് ആദിവാസികൾ പറയുന്നത്. അതേസമയം അണക്കെട്ടിൽ മത്സ്യഫെഡിൻ്റെ നേതൃത്വത്തിൽ നേരിട്ട് നിക്ഷേപിച്ച നിരവധി മത്സ്യങ്ങൾ ഇതിനോടകം വളർന്നു വലുതായി കഴിഞ്ഞു. 20 കിലോയിലധികം തൂക്കം വരുന്ന മത്സ്യങ്ങൾ വരെ സംഭരണിയിലുണ്ട്. ഇവയെ വലയിട്ട് പിടികൂടിയാണ് നിരവധി കുടുംബങ്ങൾ കഴിയുന്നത്. പിടികൂടുന്ന മത്സ്യങ്ങളെ സീതത്തോട് ചിറ്റാർ പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചാണ് വിതരണം. കഴിഞ്ഞ കുറേ ആഴ്ചകളായി കക്കയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത കാറ്റും മഴയുമാണ്. ഇത് കാരണം മീനുകളെ എല്ലാ ദിവസവും കാര്യമായി ലഭിക്കാറില്ല. എങ്കിലും പട്ടിണിയില്ലാതെ കഴിയാനാകുമെന്ന് ഇവർ പറയുന്നു. കാറ്റുള്ള ദിവസങ്ങളിൽ ഏറെ ദൂരെ പോയി വല കെട്ടാനും കഴിയാത്ത സാഹചര്യമാണ്. കാറ്റിൽ വള്ളം മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കാറ്റിനെയും പ്രതികൂല കാലാവസ്ഥയെയും പ്രതിരോധിച്ചാണ് ഈ കുടുംബങ്ങളുടെ ജീവിതം.